ഹലോ എവ്രിവൺ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ തങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് ശ്രദ്ധേയരായ ചില IAS ഓഫീസേഴ്സിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1954 സിവിൽ സർവീസ് ബാച്ചിലെ IAS ഓഫീസറായിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഓഫീസറാണ് TN ശേഷൻ. ഇന്ത്യയുടെ 18ാമത് ക്യാബിനറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പ്രശസ്തനായത് ഇന്ത്യയുടെ 10ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വർക്ക് ചെയ്യുന്ന സമയത്താണ്. അറ്റോമിക് എനർജി കമ്മീഷൻ സെക്രട്ടറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ജോയിന്റ് സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം സർവീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ കീഴടക്കി തിരഞ്ഞെടുപ്പ് പരിഷ്കരിക്കുകയും ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിച്ഛായ മാറ്റുകയും ചെയ്തത് TN ശേഷനാണ്. 1996 സർക്കാർ സേവനത്തിനുള്ള രമൺ മഗ്സസെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1959 ബാച്ചിലെ ഓഫീസറായിട്ടുള്ള നരേന്ദ്രനാഥ് വോഹ്റ ജഗൻമോഹന് ശേഷം 18 വർഷത്തിനിടെ ജമ്മു കാശ്മീരിലെ ആദ്യത്തെ സിവിലിയൻ ഗവർണറായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പ്രതിരോധ സെക്രട്ടറി, പ്രതിരോധ ഉത്പാദന സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹത്തിന് 2007 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. 1972 സിവിൽ സർവീസ് ബാച്ചിലെ IAS ഓഫീസറാണ് വിനോദ് റായ്. ഇന്ത്യയുടെ 11ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹത്തെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. 2G സ്പെക്ട്രം അലോക്കേഷനിൽ ഗവൺമെന്റ് കാരണം 1,00,000 കോടിയിലധികം രൂപ ഗവൺമെന്റിന് നഷ്ടം വന്നു എന്ന ഓഡിറ്റ് ആ കാലത്ത് ശ്രദ്ധേയമായിരുന്നു. ഇതുകൂടാതെ കോൾഗേറ്റ് സ്കാം, അതുപോലെ 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ്, പത്മനാഭസ്വാമി ക്ഷേത്രം എന്നീ വിഷയങ്ങളിലുള്ള ഓഡിറ്റുകളും ആ കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൂടാതെ ഇന്ത്യൻ റെയിൽവേ അഡ്വൈസറായും UN പാനലിന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയർമാനായും ഇദ്ദേഹം സർവീസ് ചെയ്തിട്ടുണ്ട്. 1973 സിവിൽ സർവീസ് ബാച്ചിലെ IAS ഓഫീസറായ ശാന്ത ശീല നായർ ആൻ അഡ്മിനിസ്ട്രേറ്റർ പെർ എക്സലൻസ് എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട് സ്റ്റേറ്റിന്റെ പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ, സ്റ്റീൽ ആൻഡ് ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ സെക്രട്ടറി, റൂറൽ ഡെവലപ്മെന്റ്, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ സെക്രട്ടറി ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് എന്നീ പദവികളിൽ ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നിർബന്ധമാക്കിയതുവഴി 2000 ചെന്നൈ പട്ടണത്തെ കുടിവെള്ളക്ഷാമത്തിൽ നിന്നും രക്ഷിച്ചതോടുകൂടിയാണ് ശാന്ത IAS വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഇവരോടുള്ള ബഹുമാന സൂചകമായി പ്രദേശവാസികൾ തങ്ങളുടെ മക്കൾക്ക് ശാന്ത എന്ന പേർ നൽകിയിരുന്നതായി പറയപ്പെടുന്നു. 1980 സിവിൽ സർവീസ് ബാച്ചിലെ IAS ഓഫീസറായ അമിതാഭ് കാന്ത് ശ്രദ്ധയാകർഷിച്ചത് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കപ്പെട്ടപ്പോഴാണ്. ഇന്ത്യ ടുഡേയുടെ 2019 ഹൈ ആൻഡ് മൈറ്റി റാങ്കിങ്സ് അമിതാഭ് കാന്തിനെ ദ സൂപ്പർക്രാറ്റ്സ് ടോപ്പ് ബ്യൂറോക്രാറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന കാറ്റഗറിയിൽ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ആയി ഫീച്ചർ ചെയ്തിരുന്നു. ആൻഡ് നൗ ഹി ഈസ് ആൻ ഇന്ത്യൻ ഡെലിഗേറ്റ് അറ്റ് G20. IPS ഓഫീസറായി സേവനം അനുഷ്ഠിച്ച ശേഷം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് കടന്നു വന്നയാളാണ് അനിൽ സ്വരൂപ് IAS. 1981 ബാച്ചിലെ ബെസ്റ്റ് ഓഫീസർ ട്രെയിനിക്കുള്ള ഡയറക്ടേഴ്സ് ഗോൾഡ് മെഡൽ ജേതാവ് കൂടിയാണ് ഇദ്ദേഹം. എഡ്യൂക്കേഷൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ, കോൾ സെക്രട്ടറി ഓഫ് ഇന്ത്യ, Additional Secretary in the Cabinet Secretariat, Additional Secretary of Labour and Empowerment, Export Commissioner in the Ministry of Commerce and Industry of India തുടങ്ങിയ പദവികൾ ഇദ്ദേഹം വഹിച്ചു. കോൾഗേറ്റ് എന്ന പേരിൽ മാധ്യമങ്ങളിൽ കുപ്രസിദ്ധിയാർജിച്ച കോൾ അലോക്കേഷൻ സ്കാമിന്റെ സമയത്ത് കോൾ മിനിസ്ട്രി സെക്രട്ടറി ആവുകയും വളരെ ട്രാൻസ്പെറൻ്റായി കോൾ ഓപ്ഷൻസ് നടത്തി വിജയിക്കുകയും അതുവഴി പ്രശസ്തനാവുകയും ചെയ്തയാളാണ് അനിൽ സ്വരൂപ് IAS. മാത്രമല്ല, എത്തിക്കൽ ഡിലമ്മാസ് ഓഫ് എ സിവിൽ സർവൻറ്റ്, നോട്ട് ജസ്റ്റ് എ സിവിൽ സർവൻറ്റ് എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. ആൻ IAS ഓഫീസർ ഹു തിങ്സ് ലൈക്ക് എ ബിസിനസ് വുമൺ. 1982 സിവിൽ സർവീസ് ബാച്ചിലെ IAS ഓഫീസറായ അരുണ സുന്ദർ രാജനെ ഫോബ്സ് മാഗസിൻ വിശേഷിപ്പിച്ചതാണിത്. IT സെക്രട്ടറി ആയിരിക്കെ കേരളത്തിൽ ഗവേണൻസിന്റെ ഡെവലപ്മെന്റിൽ പ്രധാന റോൾ വഹിച്ചതും കുടുംബശ്രീ പ്രൊജക്ട് എക്സ്പാൻഡ് ചെയ്ത് സ്ത്രീ ശാക്തീകരണത്തിന് ആക്കം കൂട്ടിയതും ഇവരാണ്. ഹൈദരാബാദിൽ ഗ്രീൻ റവല്യൂഷൻ വഴി പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിന് തുടക്കം കുറിച്ചതിലൂടെയാണ് 2010 ബാച്ചിലെ ഓഫീസറായ ഹരിചന്ദന ദസരി പ്രശസ്തയായത്. പെറ്റ് പാർക്സ്,
ഷീ ടോയ്ലറ്റ്സ്, ഷീ മാർട്സ്, ഫീഡ് ദ നീഡ്, ഗീവ് ആൻഡ് ഷെയർ തുടങ്ങി ഒരുപാട് നൂതന സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഇവരാണ്. 2012 ബാച്ചിലെ ഓഫീസറായ വിഷ്ണു വേണുഗോപാൽ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് പ്രദേശവാസികൾ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി തങ്ങളുടെ ഗ്രാമത്തിന് അദ്ദേഹത്തിൻ്റെ പേരിട്ടപ്പോഴാണ്. തമിഴ്നാട്ടിൽ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന, സ്വന്തമായി പേരുപോലുമില്ലാത്ത ഒരു ഗ്രാമത്തിന് ആവശ്യമായ വൈദ്യുതിയും റോഡുകളും മറ്റു സംവിധാനങ്ങളുമെല്ലാം താമസം കൂടാതെ ചെയ്തു കൊടുത്തതിനാണ് ഇദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായി നാട്ടുകാർ വിഷ്ണു നഗർ എന്ന് തങ്ങളുടെ ഗ്രാമത്തിന് പേരിട്ടത്. ആൻഡ് പ്രൗഡ് ടു സേ ഹീ ഈസ് എ കേരളൈറ്റ്. തങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് ശ്രദ്ധേയരായ കുറച്ച് IAS ഓഫീസേഴ്സിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ആൻഡ് ഓഫ് കോഴ്സ് ദ ലിസ്റ്റ് ഈസ് നോട്ട് എൻഡിങ് ഹിയർ. ഇനി അടുത്ത സെഷനിൽ നമുക്ക് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.